ഞാനിന്നുള്ളത് തൃക്കാക്കര കങ്ങരപ്പടിയിലുള്ള ശ്രീകുമാർ സാറിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് ചെയ്ത കേദാർ എന്ന് പറയുന്ന വീട്ടിലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ വീട് പണിയുടെ സമയത്ത് ഡിസൈനിങ് ടൈമിൽ നമുക്കുണ്ടായിരുന്നത്. ആ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഐഡിയ അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്ലയൻറ്റിൻ്റെ താല്പര്യവും വില്ലിങ്നെസ്സുമാണ് ഇന്നീ കാണുന്ന രീതിയിൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചതിൻ്റെ പുറകിലുള്ള റീസൺ. ക്രിയേറ്റീവായിട്ടുള്ള ഇടപെടലുകൾക്കപ്പുറത്ത് കാര്യമായ യാതൊരു ചേഞ്ചസും നമുക്കിതിൻ്റെ ഡിസൈനിങ്ങിൽ വരുത്തേണ്ടി വന്നിട്ടില്ല. ചില മൈനറായിട്ടുള്ള കാര്യങ്ങൾ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ചേഞ്ച് ചെയ്തതല്ലാതെ ബാക്കിയുള്ളതെല്ലാം അതുപടി തന്നെ തീർക്കണം. അതുപോലെ തന്നെ എല്ലാ കളർ കോമ്പിനേഷനും ടൈൽ പാറ്റേണും എല്ലാം അതുപോലെ തന്നെ വരണം എന്ന് നമ്മളെപ്പോലെ തന്നെ താല്പര്യത്തോടു കൂടി തന്നെയാണ് അവരും ഇടപെട്ടത്. ഈ വീടിൻ്റെ ഹൗസ് ഓണർ ശ്രീകുമാർ സാർ ആക്ച്വലി ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു ടേസ്റ്റ് ഈ വീടിൻ്റെ ഡിസൈനിങ്ങിലും നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഓരോ പോർഷൻസ് നമ്മൾ ചെയ്യുന്ന സമയത്തെല്ലാം ചെറിയ വളരെ മിനിമലായിട്ടുള്ള ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ ഭംഗിയാകും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും ഈ വീടിൻ്റെ ഒരു ബ്യൂട്ടിക്ക് ഒരു കാരണമായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വീടിൻ്റെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്ലൈമറ്റിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈനാണ് ഈ വീടിനുള്ളത്. നല്ല രീതിയിൽ മഴ ആസ്വദിക്കാനും എന്നാൽ ചൂടുള്ള സമയത്ത് ഒത്തിരി ചൂട് വീടിനകത്ത് നിൽക്കാത്ത രീതിയിലുള്ള പ്ലാനിങ് ആണ് ഈ വീടിന് ഫോളോ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ സെൻറ്ററിൽ വരുന്ന കോർട്ട്യാർഡ്, നോർമലി നമ്മൾ ആ കോർട്ട്യാർഡിൻ്റെ പൊസിഷനിങ് എല്ലാ സ്ഥലത്തു നിന്നും ഫോർമൽ ലിവിങ്ങിൽ നിന്നും ഒഴിച്ച് ബാക്കി ഏത് ഭാഗത്തു നിന്ന് ഏത് കോമൺ സ്പേസിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, വിഷ്വലി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കോർട്ട്യാർഡ് പ്ലാൻ ചെയ്തത്. വളരെ എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ കോർട്ട്യാർഡ് പ്ലേസ് ചെയ്തിരിക്കുക. സാധാരണ നമ്മൾ കോർട്ട്യാർഡിനെ പറ്റി ഒത്തിരി സംസാരിക്കാറുണ്ടെങ്കിലും എഫക്റ്റീവായിട്ട് അത് പ്ലാനിൽ വരിക എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെയും കൂടെ ഒരു ഇൻട്രസ്റ്റിൽ സംഭവിക്കാറുണ്ട്. സോ ഇവിടെ അത് വളരെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊന്നുള്ളത്, ഇവിടുത്തെ എടുത്തു പറയേണ്ടത് ടൈൽ പാറ്റേൺ ആണ്. നമ്മളൊരു സ്ഥലത്തും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ടൈൽ പാറ്റേൺ ഫോളോ ചെയ്തിട്ടില്ല. ഓരോ ഏരിയയും നമ്മൾ ടിപ്പിക്കലായിട്ട് ചേഞ്ച് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുക. അതിൻ്റെ ഒരു ഭംഗിയും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഓരോ ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് ഓരോ റൂമിനും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടൈൽ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മളങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് അത് ഭംഗിയാവുമോ എന്നുള്ളൊരു സംശയം നമ്മളോട് പ്രകടിപ്പിക്കാറുണ്ട്. എല്ലായിടത്തും ഒരേ ടൈലിടുന്നതല്ലേ ഭംഗി എന്നങ്ങനെ ചോദിക്കാറുണ്ട്. സോ ഈ വീട് അതിനൊരു എക്സാമ്പിളാണ്. ഡിഫറെൻറ്റ് ടൈല് വിരിച്ചാലും സെയിം ടൈല് വിരിച്ചാലും എക്സ്പെൻസ് സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ കൃത്യമായിട്ടത് പ്ലാൻ ചെയ്ത് ഓരോ ഏരിയയ്ക്കും പറ്റുന്ന രീതിയിൽ നമ്മളത് അഡോപ്റ്റ് ചെയ്താൽ അത് വന്നു കഴിയുമ്പോൾ വീടിന് മൊത്തത്തിൽ നൽകുന്നൊരു എനർജി ഭയങ്കര വ്യത്യാസമാണ്. അതെനിക്ക് ഈ വീട് പ്രത്യേകിച്ച് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൈല് ചെയ്യുന്ന സമയത്ത് എടുത്തൊരു എഫേർട്ട് എത്രത്തോളം വീട് പണി കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് വിസിബിളാണ്. അങ്ങനെ ആ ഒരു ചേഞ്ച് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ഭംഗി. ഇപ്പോൾ ടൈൽ സെലക്ഷൻ ഞാൻ ഓർക്കുകയാണ്, ഒരു 4 to 5 times നമ്മൾ പല ഷോപ്പുകളിലൊക്കെ പോയിട്ടാണ് അത് ഫൈനലൈസ് ചെയ്തത്. അത്ര ഇഷ്ടമുള്ള സാധനങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഫ്രീഡം നമുക്ക് തരികയൊക്കെ ചെയ്തത് ഞാൻ ഇന്ന് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ ഈ വീടിൻ്റെ ബെഡ്റൂംസ് എല്ലാം ഓരോ ബെഡ്റൂമും ഓരോ തീമിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ ടൈൽ പാറ്റേൺ പോലെ തന്നെയാണ്. നമുക്ക് ആ ഒരു ഒന്ന് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓരോ റൂമിനും ഓരോ തീമാണ്, ഓരോ മെറ്റീരിയൽ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ അതുണ്ടാക്കുന്ന ഒരു എനർജി, ഇത് ആഫ്റ്റർ ഓൾ ഇതെല്ലാം നമുക്ക് വീടിനകത്തോട്ട് വരുമ്പോൾ കിട്ടേണ്ട ഒരു എനർജിക്കും കൂടെ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ പർട്ടിക്കുലർലി പ്ലാൻ ചെയ്ത് ചെയ്യുക. ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു റൂം പോലെ മറ്റൊരു റൂം ഇവിടെ ഇല്ല, ഒരു ഭിത്തി പോലെ മറ്റൊരു ഭിത്തി ഇവിടെ ഇല്ല. എല്ലായിടത്തും നമ്മളൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലെല്ലാം തമ്മിലൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു കോറിലേഷനുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം എഫേർട്ട് നമുക്ക് തരുന്നൊരു റിസൾട്ട് നമ്മൾക്കൊരിക്കലും
ഒരു മടുപ്പുണ്ടാവില്ല. ഓരോ റൂമും ഓരോ തീം വൈസ് നമ്മൾ ചെയ്യുക. എന്നാൽ ഒത്തിരി എക്സ്പെൻസീവ് ആവാതെ എങ്ങനെ നമുക്ക് ടെക്സ്ചർ പെയിൻറ്റും വാൾ ഫ്രെയിംസും ഒക്കെ ഉപയോഗിച്ച് ഭംഗിയാക്കാൻ പറ്റും, അത് ഈ വീടൊരു ഉദാഹരണമാണ്. മിനിമലായിട്ടുള്ള ഐറ്റംസ് കൃത്യമായ പ്രപ്പോർഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പ്ലാനിങ്ങിൻ്റെ ഒരു സപ്പോർട്ടിലാണ് ഇൻറ്റീരിയർ കുറേ കൂടെ ഭംഗിയാക്കപ്പെട്ടത്. അപ്പോൾ ആ പ്ലാനിങ്ങും കൂടെ അതിന് ഒരു പ്രധാന ഘടകമാണ്. കളർ കോമ്പിനേഷൻ, നമ്മൾ ഹാർഡ് കളേഴ്സ് സാധാരണ ആളുകൾ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് മടിയുള്ളതാണ്. ഇപ്പം ഞാനിരിക്കുന്ന ഈ സോഫ ഭയങ്കര യെല്ലോയിഷ് ആയിട്ടുള്ള കളറാണ്. ബാക്കി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബാലൻസ്ഡ് ആണെങ്കിൽ ഒരു കോൺട്രാസ്റ്റിംഗ് കളറിലുള്ള ഒരു സോഫ സെറ്റ് എത്ര പവർഫുള്ളാണെന്നുള്ളത് ഈ ലുക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളിലും ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റിംഗ് കളർ കോമ്പിനേഷൻ പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു റിസ്ക് നമുക്ക് ഭയങ്കരമായിട്ട് അതൊരു മടുപ്പ് ഫീൽ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ഹെസിറ്റേഷൻ ഫീൽ ചെയ്യുമോ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ അതൊന്നും വരാത്ത രീതിയിൽ ഇത് തമ്മിലെല്ലാം എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഭിത്തിയിൽ നോക്കിയാൽ അറിയാം ഒത്തിരി വാൾ ഫ്രെയിംസ് ഉണ്ട്. സോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്ത് വേറെ വയ്ക്കാം, അതിൻ്റെ വലിപ്പം കൂടിയത് വയ്ക്കാം, അല്ല അതിലും ചെറുത് വയ്ക്കാം. ഇതെല്ലാം വലിയ കോസ്റ്റ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയയെ ഭംഗിയാക്കാവുന്ന വഴികളാണ്. അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ളൊരു വീട് ചെയ്യാനായിട്ട് അവസരം തന്ന ശ്രീകുമാർ സാറിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.